പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ പരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ
പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവദ്യൻ മമ നാഥാവിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരി, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യായുടെ പുസ്തകത്തിനുള്ള വായന 46-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ ശ്രദ്ധിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുല്യന ചെയ്യും? എനിക്ക് സമനനായ ആരുണ്ട്? മടിശയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവൻ കൂലിക്കെടുക്കുന്നു. അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമിടുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിക്രമികളെ ഓർമ്മിക്കുവിൻ. നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. കിഴക്കുനിന്ന് ഒരു ഹിംസപക്ഷിയെ ഞാൻ വിളിക്കും. എൻ്റെ അഭിഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തു നിന്ന് വരുത്തും. ഞാൻ പറഞ്ഞു, അത് ചെയ്യും. തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കമുഷ്ടികളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത്. പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയായിരുന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിയാത്തവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ ഇന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിന്റെ നാഥന്റെ തിരുമുൻപിലായിന്ന് സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രുതപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്തെന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇന്ന് വലിയ സന്തോഷമാണ്. കാരണം വീഞ്ഞിന്റെ കാര്യമാണ് അച്ഛനത് വായിച്ചത്. അപ്പോൾ മനസ്സിലെല്ലാവരുടെയും ഒരു ചിരി ഇങ്ങനെ പൊട്ടുന്നത് ചിലപ്പോഴേക്കെങ്കിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ലഹരിയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് ഈശോ പറയുന്നത് കാനായിലെ കല്യാണ നാളിൽ ഈശോ ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ചാണ്. ഈ അത്ഭുതം വിവാഹത്തിന്റെ അന്നാണ് സാധാരണ ഇത് വായിക്കാറ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2ആയിട്ട് തിരിക്കുമ്പോൾ 1-ാമത്തെ ഭാഗം അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ് പറയുക. ഇന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഈശോ തന്റെ അടയാളങ്ങൾ ആരംഭിക്കുകയാണ്. ഈ അടയാളങ്ങൾ മനുഷ്യ മക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവയായിരുന്നു. അതാണ് അടയാളങ്ങളുടെ പ്രത്യേകത. ദൈവവിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ചില അടയാളങ്ങൾ. അതിൽ 1-ാമത്തെയായിരുന്നു കാനായിലെ കല്യാണം. ഈ കാനായിലെ കല്യാണത്തിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. 1-ാമത്തെ ചിന്ത എന്നുള്ളത് ഒരു അമ്മയുടെ മനോഭാവം നമ്മളൊക്കെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. അമ്മയുടെ മനോഭാവം, അത് പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണ്. കാനായിലെ കല്യാണത്തിന്റെ അന്ന് ഒത്തിരിയേറെ അമ്മമാര് അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. പല കുറവുകളും പലരും കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയത് പരിശുദ്ധ അമ്മ മാത്രമാണ്. കുറെ വ്യക്തികളുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് അറിയാമായിരുന്നു. അവിടെ കുറവുകൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ ആ കുറവിനെ പരിഹരിക്കണമെന്ന ഒരു നല്ല ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാം എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയാത്ത പോലെ ചിലവർ നടക്കും. ഒരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. ആ വ്രണം അല്ലെങ്കിൽ ചെറിയ മുറിവ് വളർന്ന് വ്രണമായി അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാവുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അയ്യോ അന്ന് നമ്മൾ കണ്ടതായിരുന്നു, അന്ന് ഇത് ശരിയാക്കിയിരുന്നെങ്കിൽ ഓക്കെ ആകാമായിരുന്നു. പരിശുദ്ധ അമ്മ നൽകിയ നല്ല മനോഭാവം, ഒരു കുറവിനെ കണ്ടപ്പോൾ ആ കുറവ് പരിഹരിക്കാനുള്ള പരിശ്രമം പരിശുദ്ധ അമ്മ കാഴ്ചവെച്ചു. നമ്മുടെ ജീവിതത്തില് നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ കുറവുകളെ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് ആരാണ്? അമ്മയാണ്. ഞാൻ റീജൻസിയുടെ സമയത്ത് നടന്നൊരു സംഭവം എങ്ങനെയാണ്? ഒരു പെൺകുട്ടിക്ക് വേറെ ആൺകുട്ടിയോട് പ്രേമം ഉണ്ടായിരുന്നു. അപ്പം ഗൾഫിലായിരുന്നു. അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇവൾക്ക് പ്രേമമുണ്ടെന്ന്. അമ്മ മിണ്ടിയില്ല. മാറും, കുറവ്, എന്തിട്ട് പ്രശ്നം. അവസാനം അപ്പന്റെ കണ്ണുനീര് വന്നപ്പോഴാണ് അമ്മ സംസാരിക്കാൻ തുടങ്ങിയത്. അയ്യോ അത് ശരിയായിരുന്നില്ലല്ലോ, അന്ന് ചെയ്യാമായിരുന്നു, ഇന്ന് ചെയ്യാമായിരുന്നു.
പ്രിയമുള്ളവരെ, ചില കുറവുകളെ കാണുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധ അമ്മ നൽകിയ ഈ നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ചില കുറവുകളൊക്കെ നമ്മൾ കാണും. പലതരത്തിലുള്ള കുറവുകൾ, ചില വീടുകളിൽ ചില കുറവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പരിഹരിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു പരിശ്രമം അത് കാഴ്ചവെക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ വിളിക്കുകയാണ്. ഒരു നോമ്പിന്റെ ചൈതന്യത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കുറവുകൾ കാണുമ്പോൾ ആ കുറവുകളെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പരിശുദ്ധ അമ്മ നൽകുന്ന ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് അതിനുള്ള കഠിനമായ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പരിശ്രമമാണ്. ഈ ദാസന്മാര് ഈ നമ്മുടെ കലവറയിൽ അധ്വാനിച്ചിരുന്ന ഈ മനുഷ്യരെ കുറിച്ചാണ് രണ്ടാമത്തെ ചിന്ത. അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുക, അവിടെ ഉണ്ടായിരുന്ന കൽഭരണികള് വക്കോളം, അതായത് ഇനി നിറച്ചാൽ തുളുമ്പിപ്പോകുന്ന രീതിയിൽ അവർ വെള്ളം നിറച്ചു എന്നാണ് പറയുക. നമ്മൾ സാധാരണ പറയും, താൻ പാതി ദൈവം പാതി. തന്റെ പകുതിയുടെ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നുള്ളതാണ്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അതിന് 3 കാര്യങ്ങൾ വേണമെന്ന് പറയുക. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് ഒന്നിനെ കുറിച്ചുള്ള ഭയങ്കരമായ ശക്തമായ ആഗ്രഹം വേണം. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ അവിടെ എത്തിപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം കുട്ടിക്കുണ്ടായാൽ മാത്രമാണ് കുട്ടി എത്തിച്ചേരുള്ളൂ. അല്ലെങ്കിൽ അപ്പനമ്മയ്ക്ക് ഉണ്ടായാൽ അപ്പനമ്മ ആഗ്രഹിച്ചിരിക്കും. ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കഠിനമായ ആഗ്രഹമാണ്. ആഗ്രഹമുണ്ടായാൽ പിന്നെ വേണ്ടത് പ്രയത്നമാണ്. തന്റെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി മകൻ നടത്തുന്ന പ്രയത്നമാണ് ഈ ആഗ്രഹ സാഫല്യത്തിനായിട്ട് എത്തിക്കുക. മൂന്നാമതായിട്ട് വേണ്ടത് ദൈവ കൃപയാണ്. 3 കാര്യങ്ങൾ: ആഗ്രഹം, പ്രയത്നം, ദൈവകൃപ. ഇവിടെ ഈ കാനായിലെ കല്യാണ നാളിൽ ഈ വേലയ്ക്ക് നിന്ന ഈ മനുഷ്യർ ചെയ്തത് ആഗ്രഹമുണ്ടായിരുന്നു, അവരുടെ കഠിനമായ പ്രയത്നമുണ്ടായിരുന്നു. ഈ വെള്ളം കോരി കൽഭരണികളൊക്കെ അവർ നിറച്ചു. നിമിഷ നേരം കൊണ്ട് അതിന്റെ വക്ക് വരെ, പൂർണ്ണത വരെ 100% അവർ പൂർത്തീകരിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു പ്രയത്നമാണ് ദൈവകൃപ ഇറങ്ങാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക. ഈ പ്രയത്നം ഇല്ലാത്തിടത്തോളം സമയം ദൈവകൃപ ഇറങ്ങുകയില്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവകൃപ ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം, അതിന്റെ പൂർണ്ണതയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിശ്രമം കാഴ്ചവെക്കുക. അതാണ് ഈ വേലക്കാര് നമുക്ക് നൽകുന്ന ഒരു നല്ല പാഠം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നതിന്റെ പൂർണ്ണതയിൽ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് കൂട്ടായ പരിശ്രമമാണ്. എങ്ങനെയാണ് ഈ അത്ഭുതം നടന്നത് എന്ന് ചോദിച്ചാൽ, വീഞ്ഞ് കുടിച്ചു തീർത്ത ആൾക്കാർ മുതൽ ഉണ്ടാക്കിയവർ വരെ അതിന് കാരണക്കാരാണ്. വീഞ്ഞ് കുടിച്ചു തീർത്തത് കൊണ്ടാണല്ലോ ഇല്ലാതെ ആയത്, അല്ലെങ്കിൽ ഇല്ലാതെ ആകില്ലായിരുന്നു. അതൊരുക്കിയവര്, അതിനെ സഹായിച്ചവര്, വിളമ്പിയവര് എല്ലാവരും ഈ ഒരു അത്ഭുതത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുക. നമ്മുടെയൊക്കെ ഈ ഇടവകയിലും നമ്മുടെ കുടുംബജീവിതത്തിലും ചില അത്ഭുതങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കൂട്ടായ ഒരു പരിശ്രമം വേണം. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു അത്ഭുതവും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈശോ ഒരിക്കലും ചെയ്തിട്ടുമില്ല. ഈശോ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഈശോയ്ക്ക് സിമ്പിളായിട്ട് സുഖമാകട്ടെ എന്ന് പറയാമാകുന്ന ഒരു സ്ഥലത്ത് പോലും ഈശോ ചെളി കൊണ്ട്, തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി അത് കണ്ണിൽ പുരട്ടി നീ പോയി സീലോഹായിൽ കഴുകുക എന്ന് പറഞ്ഞു. ഒരു വ്യക്തിക്ക്, ഒരു അന്ധന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അവന് സീലോഹായിൽ പോകണമെങ്കിൽ പലരോടും ചോദിക്കണം, പലരുടെ സഹായം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. കാനായിലെ കല്യാണ നാളില് കർത്താവിന് വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ കൽഭരണികളല്ല, കിണർ പോലും വീഞ്ഞാക്കി മാറ്റാമായിരുന്നു. പക്ഷേ കർത്താവ് ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറഞ്ഞത് അവർ ചെയ്തു. അത്ഭുതം നടന്നു. 12 കൽഭരണികളിൽ വീഞ്ഞായി മാറിയെന്ന്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അനിവാര്യമാണ്, കൂട്ടായ പരിശ്രമം. ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ച് കേട്ടതാണ്. ആ കഥ എങ്ങനെയാണ്? ഒരു കാട്ടില് കല്യാണം നടക്കുകയാണ്, ഒരു മൂപ്പന്റെ കല്യാണം, മൂപ്പന്റെ മകളുടെ കല്യാണം. അപ്പൊ അവിടെ ആ മൂപ്പന് വീഞ്ഞില്ല. കാരണം ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പോലെ വീഞ്ഞില്ലാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവിടുത്തെ മൂപ്പൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്,
സാധാരണ നമ്മളെല്ലാവരും ഇങ്ങനെ സഹകരിച്ചൊക്കെയാണല്ലോ കല്യാണമൊക്കെ നടത്താറ്. ഇപ്പോൾ വീഞ്ഞിനൊരു കുറവുണ്ട്. അപ്പം എന്തായാലും അതിന് വെള്ളത്തെ വീഞ്ഞാക്കാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും സഹകരിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മൾ ചെയ്യണ സഹായം ആരും കാണണ്ട, അല്ലേ? നമ്മൾ ചെയ്യുന്ന സഹായം ആരും കാണണ്ട, ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ കല്യാണ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കൽബരണി, ഒരു ഇത് വെക്കും, പാത്രം വെക്കും. നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 1 or 2 കുപ്പിയോ വീഞ്ഞ് അതിൽ കൊണ്ടൊഴിക്കുക. അപ്പോൾ ആര് എത്ര ഒഴിച്ചു ഒന്നുമില്ല, ആർക്കും ഒരു വിഷമമില്ല, ഉള്ളത് കൊണ്ട് ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു, തലയാട്ടി സമ്മതിച്ചു, എല്ലാവരും വീട്ടിൽ പോയി. അതിലൊരുത്തൻ ചിന്തിച്ചു, ഇപ്പം എല്ലാവരും കൊണ്ട് വീഞ്ഞൊഴിക്കുന്നുണ്ട്, അതിലൊരു കുപ്പി പച്ചവെള്ളം ഞാൻ കൊണ്ടൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആരും പറയാൻ പോകണില്ലല്ലോ. അതുകൊണ്ട് ആള് മനസ്സിൽ വിചാരിച്ചു, എല്ലാവരും വീഞ്ഞൊഴിക്കുന്നില്ല, അതിലൊരു കുപ്പി പച്ചവെള്ളം ഞാൻ ഒഴിച്ചാൽ ഞാൻ പോയുന്നായി, എൻ്റെ കയ്യിൽ കുപ്പിയുണ്ട്, ഒഴിക്കുന്നതും കാണും. അപ്പോൾ ഇത്ര പ്രധാനമൊന്നുമല്ല, ഇത്രയും കുപ്പി വീഞ്ഞിൻ്റെ ഇടയിൽ 1 കുപ്പി വെള്ളം വന്ന എന്ത് കാര്യം, ആ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡിയായി, എന്തായാലും ഇച്ചിരി വെള്ളം ഒഴിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് ആള് വൈകിട്ട് വെള്ളം കൊണ്ടൊഴിച്ചു. എല്ലാം കഴിഞ്ഞ് കാലത്ത് ഈ കല്യാണത്തിൻ്റെ അപ്പൻ വന്ന് ഭരണി തുറന്നു നോക്കി. അപ്പനൊരു അത്ഭുതം കണ്ടു. ഒഴിച്ച വീഞ്ഞൊക്കെ പച്ചവെള്ളമായി മാറിയെന്നാണ് പറയുക. കാരണം എന്തായിരിക്കും? ഈ ഒരുത്തനെ പോലെ എല്ലാവരും വിചാരിച്ചു, എല്ലാവരും വീഞ്ഞൊഴിക്കണ്ടല്ലോ, 1 കുപ്പി പച്ചവെള്ളം ഞാൻ ഒഴിച്ച കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം. സ്തോത്ര കാഴ്ച എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ പള്ളിയൊക്കെ അങ്ങോട്ട് നടന്നു പോക്കോളും, അങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടവകയിലുണ്ട്. കാരണം ദശാംശ പിരിവാണ്, ഞാനാണല്ലോ പിരിക്കാൻ ഇറങ്ങുന്നത്, കൃത്യമായിട്ട് എനിക്കറിയാം. നമ്മളൊരു സ്തോത്ര കാഴ്ച നടത്തുമ്പോൾ, ഒരു സമർപ്പണം നടത്തുമ്പോൾ, ഇതിപ്പം ഞാനിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ പൊക്കോളൂ, ഇതിപ്പോൾ എൻ്റെ പൈസ കിട്ടിയിട്ട് വേണം നടക്കാനായിട്ട്. ഒരു കുടുംബ സമ്മേളനം വെക്കുമ്പോൾ അത് ഞാൻ പോയാലും കുഴപ്പമില്ല, അതാ ഒരു പണിയില്ലാത്തവർ ചെയ്യുന്ന പരിപാടിയാണ്, ഞാനൊക്കെ ഇവിടെ ഇരുന്നാൽ മതി, എന്തിനിപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യം? ഞാൻ പോയില്ലെങ്കിലും കുടുംബ സമ്മേളനം നടക്കില്ലേ? ഇടവകയിലെ ക്ലീനിങ്ങിന് വരണം, ഇതിപ്പോൾ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പം? അവിടെ ഇത്ര ആൾക്കാർ പോയി, 170 വീട്ടുകാരുണ്ട്, അതിൽ ഒരു വീട്ടുകാരെ ഞാൻ പോയില്ലെന്ന് കുഴപ്പം? ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടക്കാത്തതിനും കാരണം ഈ കൂട്ടായ പരിശ്രമം ഇല്ല എന്നുള്ളതാണ്. എന്റെ ചെറുതാണെങ്കിലും അത് സമർപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുക എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണം പറയുക. അത് കുടിച്ചു തീർത്തവൻ മുതൽ അതിനുവേണ്ടി ഒരു കൈസഹായം ചെയ്തവൻ വരെ അത്ഭുതത്തിന്റെ ഭാഗമാണ്. അതും കൂടി കൂടുമ്പോഴാണ് വലിയൊരു അത്ഭുതം നടന്നതെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, കൂട്ടായ്മയിലാണ് അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കുക എന്ന സത്യം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. 3 ചിന്തകളാണ് പരിശുദ്ധ അമ്മ നൽകിയ കുറവുകളെ തിരിച്ചറിഞ്ഞ് സഹായിക്കാനുള്ള, പരിഹരിക്കാനുള്ള പരിശ്രമം. രണ്ടാമതായിട്ട് ആഗ്രഹം, പ്രയത്നം, ദൈവകൃപ. ഇത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. 3 കൂട്ടായ പരിശ്രമമാണ് അത്ഭുതങ്ങളുടെ ആരംഭം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച മിശിഹായെ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ്
മാമുദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാ ജീവിതം ഞാൻ ദൈവമേ ഹൃദയതം ഒരു മീട്ടി ഞാൻ നന്ദിയേകുന്നു നന്ദിയേകുന്നു നന്ദിയേകുന്നു. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിന്ന സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കപ്പോൾ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു.
അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലായകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമുദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ദശാംശ സമർപ്പണമാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സമർപ്പണ വസ്തുക്കൾ നമ്മുടെ കയ്യിലെടുക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ കർത്താവേ, കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങളുടെയും ഒരു അംശം ദൈവമേ നിനക്ക് സമർപ്പിക്കുന്നു. ഇത് നഷ്ടമാകാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയായി കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇത് ഉപകാരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ നടത്തുന്ന ഈ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയതം ഒരു മീട്ടി ഞാൻ നന്ദിയേകുന്നു നന്ദിയേകുന്നു നന്ദിയേകുന്നു. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാ സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രികേസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി വഹിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരജഗത്താ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഹോസാന ജയഗീതം പാടിടാ, ഹോസാന സുരഗീതം മീട്ടിടാ, രാജാതിരാജൻ യേശോനാഥൻ ലോകത്തിൻ രക്ഷകനാം നാഥൻ,
രാജാതിരാജൻ യേശോനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ, ആർപ്പുകളോടെ ആഗതനാവും പിന്നിന്റെ നാഥനാം ഓശാന പാടാം. കർത്താവെന്നും അവനല്ലോ, ഓശാന ജയഗീതം പാടിടാം, ഓശാന സുരഗീതം മീട്ടിടാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ചില കുറവുകളെ മാറ്റേണ്ടതും പരിഹരിക്കേണ്ടതുമായ ചില കുറവുകളൊക്കെ ഉണ്ടാകാം. കർത്താവിൻ്റെ വരവ്, അവനോട് നമ്മൾ കാണിക്കുന്ന പ്രത്യുത്തരം, ഇത് രണ്ടുമാണ് ചില കുറവുകളെ മാറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇനിയും മാറ്റപ്പെടാൻ പറ്റാത്ത കുറവുകളെ മാറ്റാനൊരു പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകാനുള്ള കൃപ എനിക്ക് നൽകണമേ. നിന്റെ വരവിനായി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ നീ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പപ്പായ്ക്ക്, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും, ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ
മുശംശാനമായി സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥികൾ, വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടുള്ളവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകമായി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള സഹോദരന് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കണ്ണുകളുടെ ശിഖരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് ചെറുതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. തിരുക്കല്ലറുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ
ആരാധന നാഥ ആരാധന. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീര രക്തരക്ഷകളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും വാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങൾ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങൾക്ക് പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ പരമേ സ്വസ്തി.
ഇനി ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.